ഹായ് സോന, സുഖമാണോ? ഹായ് രാജു, സുഖം. നിനക്കെന്താണിത്ര ആലോചന? ഞാനീ പത്രം വായിക്കുകയായിരുന്നു. ഇതിലെന്തോ പൊതുജനാരോഗ്യം സെലക്ട് കമ്മിറ്റി എന്നൊക്കെ കാണുന്നു. എന്താണിതൊക്കെ? ഓഹോ, നീ ഇപ്പോഴും പത്രം വായിച്ചു തുടങ്ങിയതേ ഉള്ളല്ലേ? അത് നമ്മുടെ പാഠഭാഗത്തിലെ പൊതുജനാഭിപ്രായം എന്ന വിഷയത്തെക്കുറിച്ചാണ്. സർക്കാർ ഒരു പൊതുവിഷയത്തിൽ ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിനെയാണ് പൊതുജനാഭിപ്രായമെന്ന് പറയുന്നത്. അതാണോ പൊതുജനാഭിപ്രായം? അപ്പോൾ ഈ ഗ്രാമസഭ, വാർഡ് സഭ എന്നൊക്കെ പറയുന്നതെന്താണ്? അതും പൊതുജനാഭിപ്രായത്തിന്റെ ഭാഗമാണ്. ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടി വികസന പ്രശ്നങ്ങളും മാലിന്യ സംസ്കരണവും കുടിവെള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന സ്ഥലമാണത്. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ പൊതു അഭിപ്രായം പരിഗണിച്ചാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ പാർലമെന്റ് വഴിയും ക്ലാസ് പ്രതിനിധികൾ വഴിയും വാർഷികാഘോഷത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കാറില്ലേ? അതും ഇതിൽ പെടുമോ? അതെ, അതുപോലെയുള്ള കാര്യങ്ങളും ഇതിൽ പെടും. കൊള്ളാമല്ലോ. അപ്പോൾ പൊതുജനാഭിപ്രായത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? പൊതുജനാഭിപ്രായം പലതരം അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. കൂടാതെ അത് സമയത്തിനും സാഹചര്യങ്ങൾക്കുമനുസരിച്ച് മാറാവുന്നതാണ്. ഇതിന് രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമല്ല, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളുമായും ബന്ധമുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേക സ്ഥലപരിധിയില്ല. ആർക്കും എവിടെ നിന്നും അഭിപ്രായം പറയാം. അപ്പോൾ എങ്ങനെയാണ് ഈ പൊതുജനാഭിപ്രായം ഉണ്ടാകുന്നത്? അതിന് പല ഘടകങ്ങളുണ്ട്. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കൂട്ടുകാർ, മാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സംഘടനകൾ, അഭിപ്രായ വോട്ടെടുപ്പ്, കലയും സാഹിത്യവും എന്നിവയെല്ലാം ഇതിനെ സ്വാധീനിക്കുന്നു. രാജു, മാധ്യമങ്ങൾ എങ്ങനെയാണിതിനെ സ്വാധീനിക്കുന്നത്? പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ എന്നിവ വാർത്തകളും ചർച്ചകളും വഴി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. എന്നാൽ ചില മാധ്യമങ്ങൾ പക്ഷപാതപരമായി വാർത്തകൾ നൽകുകയും പൊതുജനാഭിപ്രായത്തെ തെറ്റായ രീതിയിൽ നയിക്കുകയും ചെയ്യാറുണ്ട്. ഓ, അപ്പോൾ വ്യാജവാർത്തകളും ഉണ്ടാകുമല്ലേ? അതെ, വ്യാജവാർത്തകളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും മാധ്യമസാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും നമുക്കാവശ്യമാണ്. ശരി, അപ്പോൾ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? നിരക്ഷരത, ഡിജിറ്റൽ വിഭജനം, ദാരിദ്ര്യം, അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ തെറ്റായ പ്രവണതകൾ എന്നിവയെല്ലാം ഇതിന് തടസ്സമുണ്ടാക്കുന്നു. വളരെ നന്നായി മനസ്സിലായി സോന. ഈ പാഠഭാഗം ഒരു സംഭാഷണത്തിലൂടെ പഠിച്ചത് എളുപ്പമായി. അതല്ലേ രസം. പഠനം രസകരമാക്കാൻ നമുക്ക് ഈ വഴി പിന്തുടരാം.